ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മെക് സ്റ്റുഡിയോ. ഒരു ലേറ്റസ്റ്റ് ISL അപ്ഡേറ്റുമായിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പിട്ട് ലേറ്റസ്റ്റ് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി മെക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മുംബൈ സിറ്റി FC കിടിലൻ പോരാട്ടം അരങ്ങേറാൻ പോവുകയാണ്. ഇന്ന് രാത്രി 8 മണി മുതൽ കൊച്ചിയിലെ സ്വന്തം കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ കാത്തിരുന്ന എതിരാളികളെ നേരിടാനൊരുങ്ങുകയാണ്. മാസങ്ങൾക്കപ്പുറം ഒക്ടോബർ 8-ാം തീയതി നമുക്കറിയാം മുംബൈയുടെ ഹോം ഗ്രൗണ്ടിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ 1-2 ഗോളുകൾക്ക് വിജയം നേടിയ മുംബൈ സിറ്റി FC. കേവലം വിജയങ്ങൾക്കപ്പുറം ഏറെ വിവാദങ്ങൾ ആളിക്കത്തിയ മത്സരം തന്നെയായിരുന്നു കേരള മുംബൈ പോരാട്ടം. ആദ്യപാദ മത്സരം ഇരു ടീമിലെയും കളിക്കാർ തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാവുകയും പല താരങ്ങൾക്ക് വന്ന സസ്പെൻഷൻ ലഭിക്കുകയും ചെയ്തു. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിനെ മിലോസ് ഡ്രിൻസിച്ചും പ്രബീർ ദാസും മുംബൈ സിറ്റിയിലായ യോയൽ വാൻനിഫ് തുടങ്ങിയ താരങ്ങൾക്കടക്കം അന്ന് സസ്പെൻഷൻ ലഭിച്ചിരുന്നു. സോ അതിൻ്റെ എല്ലാം അടങ്ങാത്ത കനലുകൾ ജ്വലിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ഇരു ടീമുകളും കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച്, ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് കാത്തിരുന്ന ദിവസം തന്നെയാണ് അന്ന് ഒക്ടോബർ 8-ാം തീയതി ആ മത്സരം മുംബൈ ഫുട്ബോൾ അരേനയിൽ കഴിഞ്ഞപ്പോൾ മുതൽ കാത്തിരുന്ന ദിവസമായിരുന്നു. ഇന്ന് മാസങ്ങൾക്കിപ്പുറം സംഭവിക്കാനായി പോകുന്നത്. സ്വന്തം തട്ടകത്തിൽ കാത്തിരിക്കുകയാണ് ഐലാൻഡേഴ്സിനെ കേരളത്തിൻ്റെ കൊമ്പന്മാർ. നമുക്കറിയാം അന്നത്തെ മത്സരത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ മുഖങ്ങൾ തന്നെയാണ് ഇന്ന് ഇരു ടീമുകൾക്ക് വേണ്ടി കളിക്കാൻ ഇറങ്ങാൻ പോകുന്നത്. മുംബൈ സിറ്റി FC നോക്കുകയാണെങ്കിൽ പരിശീലകൻ ഡെസ് ബക്കിംഗ്ഹാം പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ്. പകരം പീറ്റർ ക്രാറ്റ്സ്കിയുടെ കീഴിൽ കളിച്ച 3 മത്സരങ്ങളിൽ 2 വിജയവും ഒരു വിജയവും 2 സമനിലയും മാത്രമാണ് മുംബൈക്ക് നേടാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ മത്സരത്തിൽ മോഹൻ ബഗാനെതിരെ മത്സരത്തിൽ 4 താരങ്ങൾക്കാണ് മുംബൈയുടെ റെഡ് കാർഡ് സസ്പെൻഷൻ കിട്ടിയതെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനും ഒട്ടും വിഭിന്നമല്ല. പരിക്കിൻ്റെ പിടിയിൽ ശരിക്കും ഈ സീസൺ കേരളത്തെ വലയ്ക്കുന്ന ഏറ്റവും പ്രധാന ഘടകം തന്നെയാണ് പരിക്കിൻ്റെ. നമുക്കറിയാം ഐവാൻ ഡോഗ്ലിൻ, ജിക്സൺ സിംഗ് തുടങ്ങിയ താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ് വിട്ടു പോയിട്ടുണ്ട്. ഒപ്പം അവസാനം നമ്മുടെ സ്വന്തം മാന്ത്രികനായ എഡ്രിയാൻ ലൂണയും പരിക്കിൻ്റെ പിടിയിലായതിനാൽ മാന്ത്രികൻ്റെ കാൽപാദങ്ങളും ഇന്ന് ബ്ലാസ്റ്റേഴ്സ് നിരയിൽ ഉണ്ടാവില്ല. സോ വ്യത്യസ്തമായ മുഖങ്ങളുമായി തന്നെയാണ് ഇരു ടീമുകളും ഇന്ന് കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ മുഖാമുഖം വരാൻ പോകുന്നത്. എന്നിരുന്നാലും വാശിയേറിയ അല്ലെങ്കിൽ അടങ്ങാത്ത ആരവത്തിൻ്റെ പോരാട്ടം ഇന്നും കളിക്കളത്തിൽ സാധിക്കും. കളി തുടങ്ങി അവസാന 90 മിനിറ്റ് വരെയും ആർത്തിരമ്പുന്ന കേരളത്തിൻ്റെ മഞ്ഞക്കടലിന് മുൻപിലാണ് ഇന്ന് മുംബൈയുടെ ഐലാൻഡേഴ്സ് വരാൻ പോകുന്നത്. കാത്തിരിക്കാം തള്ളൽ പോരാട്ടത്തിന് വേണ്ടി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മെക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലേറ്റസ്റ്റ് ഫുട്ബോൾ അപ്ഡേറ്റ്സ് ഒപ്പം ലേറ്റസ്റ്റ് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് ഇത്രയും വേഗം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും.